നമസ്കാരം. ആസന്നമായ പൊതുതെരഞ്ഞെടുപ്പിലെ ചൂടേറിയ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പീപ്പിൾ ടിവിയുടെ പ്രതിദിന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കച്ചൂടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്കച്ചൂടിലാദ്യം തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് 27 ദിനങ്ങൾ ബാക്കി നിൽക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ രാവന്തിയോളം നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന്. തിരുവനന്തപുരത്ത് നിന്നും എസ് ജീവൻകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പതിയെ അതിന്റെ സ്ഥായി ഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രമാനുഗതമായി തെരഞ്ഞെടുപ്പ് ചൂട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനാവും. പ്രത്യേകിച്ച് 3 സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതോടുകൂടി ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം പതിയെ പ്രചരണ രംഗത്തേക്ക് ചൂടുപിടിച്ചു വരികയാണ്. ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മേൽക്കൈ നേടിയ ഡോക്ടർ എ സമ്പത്ത് തന്നെയാണ് ഇപ്പോഴും ഒരുപക്ഷെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹം മണ്ഡലത്തിൽ ഒരു റൗണ്ടിലേറെ തൻ്റെ പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും പ്രധാന കവലകളിലെല്ലാം എത്തുകയും ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ ഒരു മേൽക്കൈ ഡോക്ടർ എ സമ്പത്തിനുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച അടൂർ പ്രകാശ്, അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്, അദ്ദേഹം ഇപ്പോൾ പതിയെ ആറ്റിങ്ങലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഏതാണ്ട് 3-4 ദിവസങ്ങൾ മാത്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തീകരിച്ചു വരികയാണ്. ഇപ്പോൾ വിവിധ നിയോജകമണ്ഡലം കൺവെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അടൂർ പ്രകാശും ചുവടുറപ്പിക്കുകയാണ്. അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ അവരും ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ടഭ്യർത്ഥിച്ചു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ എ സമ്പത്ത് ഇന്ന് അദ്ദേഹം വെഞ്ഞാറമൂടിലായിരുന്നു ഉണ്ടായിരുന്ന പഴയ വാമനപുരം മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുകയുണ്ടായി. തുടർന്ന് അടൂർ പ്രകാശ് അദ്ദേഹം ഇന്ന് ഉച്ചവരെ കോന്നിയിലായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ പത്തനംതിട്ടയിലുണ്ടായ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യമെടുക്കുന്നതിനായി അദ്ദേഹം കോന്നിയിലായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വർക്കല നിയോജകമണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് മംഗലപുരം, കിളിമാനൂർ അടക്കമുള്ള വിവിധ കൺവെൻഷനുകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇന്ന് പൂർണ്ണമായും അരുവിക്കരയിലാണ് കേന്ദ്രീകരിച്ചത്. എന്തായാലും 3 സ്ഥാനാർത്ഥികളും വളരെ സജീവമായി രംഗത്തിറങ്ങിയതോടുകൂടി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ പതിയെ ചൂടുപിടിക്കുകയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KN ബാലഗോപാൽ കുണ്ട്രയിലെ കശുവണ്ടി തൊഴിലാളികളെ നേരിൽ കണ്ട് പിന്തുണ തേടി. ഇന്ന് അതേസമയം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ ആകട്ടെ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ പ്രധാനമായും നടന്നത് ചടയമംഗലത്തായിരുന്നു. അതേസമയം BJP സ്ഥാനാർത്ഥിയാകട്ടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടെയായിരുന്നു ഇന്നത്തെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കൊല്ലത്ത് നിന്നും രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കുണ്ടറ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ടാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം വിവിധ കശുവണ്ടി ഫാക്ടറികൾ, കാപ്പക്സിന്റെയും കശുവണ്ടി കാഷ്യൂ കോർപ്പറേഷന്റെയും തുറന്ന ഫാക്ടറികളെ തൊഴിലാളികളെ കാണുകയും അവരുടെ ഒരു വസന്തകാലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വോട്ടഭ്യർത്ഥന നടത്തുന്നത്. അതിൽ തൊഴിലാളികൾക്ക് അവർക്കുള്ള അവലാദികളും പരാതികളും അദ്ദേഹം കേട്ടു. ഒപ്പം തന്നെ KN ബാലഗോപാലിന് പിന്തുണയുമായി സ്ഥലം MLAയും കശുവണ്ടി വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ ആരോപണം ശ്രദ്ധേയമാണ്. ഇതിൽ ഒരു ചതിക്കുന്ന ഒരാളിനെയാണോ പാർലമെന്റിലേക്ക് അയക്കേണ്ടുന്നത്, അതോ തൊഴിലാളികൾക്കൊപ്പം നിൽക്കേണ്ടുന്ന ഒരു നേതാവിനെയാണോ പാർലമെന്റിലേക്ക് അയക്കേണ്ടതെന്ന് തൊഴിലാളികൾ തീരുമാനിക്കണമെന്ന് മേഴ്സിക്കുട്ടിയമ്മ UDF സ്ഥാനാർത്ഥിയെ പരിഹസിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു പ്രതിനിധി പാർലമെന്റിൽ വരണം. നമുക്കിട്ട് പാര വയ്ക്കുന്ന ആള് പാർലമെന്റിൽ പോയാൽ നമുക്കിതൊന്നും തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതിനിധി ഇന്ത്യൻ പാർലമെന്റിൽ പോകാൻ നമുക്ക് വലിയ കാശൊന്നുമില്ല. ഇപ്പൊ നരേന്ദ്രമോദിക്ക് കോടികളാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. കോഴ വാങ്ങുക, നാട്ടിലേക്ക് വിതരണം ചെയ്യുക, തെരഞ്ഞെടുപ്പിൽ. നമ്മുടെ സ്ഥാനാർത്ഥി ബാലഗോപാൽ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചനുജനാണ്. നമ്മളോടൊപ്പം നമ്മളെ പറ്റിക്കുന്ന ആളല്ല. അതേസമയം UDF സ്ഥാനാർത്ഥി ഇന്ന് NK പ്രേമചന്ദ്രൻ ഇന്ന് ചടയമംഗലത്തെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. BJP സ്ഥാനാർത്ഥിയും കൊല്ലം മണ്ഡലത്തിൽ സജീവ അല്ലെങ്കിൽ പോലും വോട്ട് തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ BJP ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ആരംഭിച്ചതേ
എത്തുന്നതേ ഉള്ളൂ. അതും പല സ്ഥലത്തും ശുഷ്കമാണ്. അവർ നിശബ്ദരായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി തോമസ് ഐസക്കും ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികളുടെ ചൂടേറിയ പ്രചാരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. അതേസമയം ഇന്ന് തിരുവല്ലയിൽ ചേർന്ന എൻഡിഎയുടെ നേതൃയോഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വൈകിയതിലുള്ള അതൃപ്തിയും രേഖപ്പെടുത്തി. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പൂർണ്ണ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും എന്നുള്ളൊരു മറുപടി മാത്രമാണ് നേതൃത്വം നൽകാൻ തയ്യാറായിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പര്യടന ചൂടിലാണ്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ് എന്ന് തന്നെ പറയാം. വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോന്നി മണ്ഡലത്തിലായിരുന്നു വീണ ജോർജിന്റെ പര്യടനം. മികച്ച സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ മൂന്നാമകത്തിനിറങ്ങുന്ന UDFന്റെ ആന്റോ ആന്റണി പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ മണ്ഡല കൺവെൻഷൻ ഇന്ന് ജില്ലയിൽ നടന്നു. ഇതിന്റെ ഉദ്ഘാടനം BJP അധ്യക്ഷനായ PS ശ്രീധരൻപിള്ളയായിരുന്നു. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ നടക്കുകയുണ്ടായി. സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോയത് പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്ന് നേതൃയോഗത്തിൽ ഉയർന്നുകേട്ടു. അതേസമയം മുന്നണി വിപുലപ്പെടുത്താനും നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. PS ശ്രീധരൻപിള്ളയും ഘടകകക്ഷികളും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കൺവെൻഷനുകൾ ചേർത്ത് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് നേതൃയോഗം തീരുമാനിച്ചത്. അതേസമയം വയനാട്, തൃശൂർ മണ്ഡലങ്ങളിലെ സീറ്റ് നിർണയം നീണ്ടുപോകുന്നത് പ്രവർത്തനങ്ങളെയും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നും നേതൃയോഗത്തിൽ ഉയർന്നുകേട്ടു. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം താഴെത്തട്ടിലും രൂക്ഷമായി എന്നുള്ളതാണ് മധ്യ കേരളത്തിൽ നിന്ന് ഇന്നും പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷം. UDF കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ ജോസ് കെ മാണി MP തടഞ്ഞ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ചുമതലയിൽ നിന്ന് നീക്കി. അതേസമയം കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉമ്മൻചാണ്ടി തന്നെ പ്രശ്നപരിഹാരത്തിനായി രംഗത്തെത്തുകയും ചെയ്തു. ഇതിനിടെ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം രൂക്ഷമാവുകയും ചെയ്തു. കോട്ടയത്ത് നിന്നും TP പ്രശാന്തിന്റെ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കേരള കോൺഗ്രസ് തർക്കം കോട്ടയം മണ്ഡലത്തിൽ വളരെയധികം തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിറവത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ ജോസ് കെ മാണിയെ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തുകയും കൂകി വിളിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ വളരെയധികം അസ്വസ്ഥതയാണ് കേരള കോൺഗ്രസ് പ്രകടിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇവർ കോൺഗ്രസിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒടുവിൽ ഈ സമ്മർദ്ദത്തിനൊടുവിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അരുൺ കല്ലറയ്ക്കലിനെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വളരെയധികം രീതിയിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിൽ ഇത്തരത്തിൽ വലിയ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുമാണ് ജോസ് കെ മാണി MP ഇന്ന് കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അവർ അതിൻ്റെതായിട്ടുള്ള ഭാഗമായി മുന്നോട്ട് പോയിക്കോളും എന്ന് തന്നെയാണ്. അത് കേരള കോൺഗ്രസ് കാര്യമാക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. പ്രശ്നമില്ല. ഇന്നലെയും പർവ്വത്ത് ഞാൻ ഉണ്ടായിരുന്നു, മിനിയാന്നും ഉണ്ടായിരുന്നു. ഇന്നലെ UDFന്റെ നേതൃയോഗം DCCയിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകരെല്ലാവരും വന്നു. പ്രാദേശികമായ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചിലതൊക്കെ ഇങ്ങനെ എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരും. അതൊന്നും മൈൻഡ് ചെയ്യണം. നടത്തുക എന്നുള്ളതല്ല, എന്നെ അപ്പുറത്തേക്ക് കടക്കണം. അതാണ് അതിനുള്ള സാഹചര്യം ഇന്നുണ്ട്. നമ്മൾ അതിനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. വികസന കാര്യത്തിൽ അതിനുള്ള അടിത്തറ ഇട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ മികവ് ഇന്ന് കൂടുതലുണ്ട്. സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് പിടിച്ചെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളെ ചൊല്ലിയെല്ലാം തന്നെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ വലിയ ഒരു തരത്തിലുള്ള ഒരു കലാപവും അടക്കമാണ് ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ചുറ്റുമിരുന്നെങ്കിലും ഇതിൻ്റെ വിഷയങ്ങളൊന്നും താഴെത്തട്ടിൽ പരിഹരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് ജോസ് കെ മാണിക്ക് പുറത്ത് നേരിട്ട അനുഭവം. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരണമെന്നുള്ള ഒരു അഭിപ്രായമാണ് കേരള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി അടക്കം നേരിട്ടെത്തി പ്രവർത്തകരെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ തിരക്കുകളിലാണ്. കഴിഞ്ഞ 23-ന് അദ്ദേഹം ഇവിടെ എത്തുകയും 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിയോജക മണ്ഡലത്തിലടക്കമുള്ള വിവിധ പ്രവർത്തകരെയും നേതാക്കളെല്ലാം തന്നെ നേരിൽ കണ്ടു. തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ തരത്തിൽ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഗ്രൂപ്പ് പോര് വലിയ തരത്തിൽ തന്നെ താഴെ രൂക്ഷമായി നിൽക്കുന്നത് UDFനെ വലിയ തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനടക്കമുള്ളത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്
ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങി അണികളെ ശാന്തരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ UDF-നെ രണ്ട് ചേരിയിലേക്ക് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് UDF-ന് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എത്തുവാനേ കഴിഞ്ഞുള്ളൂ. മറ്റു മുന്നണികളാകട്ടെ നാലാം ഘട്ടത്തിൽ, പ്രത്യേകിച്ച് മറ്റു മുന്നണി എന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്ന LDF ആകട്ടെ LDF-ന്റെ പ്രചരണം നാലാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതേസമയം UDF രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. NDA ആകട്ടെ അവരുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് അവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ UDF-നെ സംബന്ധിച്ച് കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രവർത്തനത്തെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നുള്ള ആശങ്കയും ആ ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയാണ്. തുഷാർ തൃശൂരോ വയനാടോ മത്സരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. വിജയസാധ്യതയുള്ള സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ആലപ്പുഴയിൽ നിന്നും H. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃശൂരോ വയനാടോ മത്സരിക്കുമെന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ആലപ്പുഴയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. SNDP യോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, അതായത് BDJS-ന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം മാധ്യമങ്ങളാണ് ഇക്കാര്യം പ്രധാനമായിട്ടും പങ്കുവച്ചത്. തുഷാർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ആ ചർച്ചകൾക്കൊക്കെ ഒരു അവസാനം വെച്ചുകൊണ്ട് ഇപ്പോൾ മത്സരിക്കുമെന്നൊരു നിലപാടുമായിട്ട് SNDP യോഗം വൈസ് പ്രസിഡന്റ് കൂടായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും NDAയുടെ നേതാക്കളുമായിട്ട് അമിത്ഷായും അടക്കമുള്ള BJP-യുടെയും അതോടൊപ്പം തന്നെ മറ്റു ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, നേരത്തെ BJP-യുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി BJP-യോട് തങ്ങൾ ആവശ്യപ്പെട്ട സ്ഥാനമാനങ്ങൾ, ചെയർമാൻ സ്ഥാനങ്ങളുമൊക്കെ തന്നെ നൽകാമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലൊക്കെ കൂടിയാണ് താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയതെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മറ്റ് 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. മൊത്തം 5 സ്ഥാനാർത്ഥികളാണ് BDJS-ൻ്റെത് സംസ്ഥാനത്ത് ഇത്തവണ മത്സരിക്കുക. എന്തായാലും വളരെയധികം പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നാണ് SNDP യോഗം വൈസ് പ്രസിഡന്റും BDJS-ന്റെ പ്രസിഡന്റുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനിടയിൽ LDF-ന്റെ സ്ഥാനാർത്ഥി AM ആരിഫ് ഇന്ന് ഹരിപ്പാട് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം ലഭിച്ചു. എന്നാൽ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് തേടുന്ന തിരക്കിലായിരുന്നു. അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമാണ്. ഇന്ന് ആലപ്പുഴയിൽ ഇതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി മണ്ഡലം കൺവെൻഷൻ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആലപ്പുഴയിൽ 3 സ്ഥാനാർത്ഥികളും ഇപ്പോൾ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇടത് വലത് BJP മുന്നണിയുടെയും NDA മുന്നണിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് മത്സരാർത്ഥികളൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥാനാർത്ഥികളും രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു ചില പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ കാണാൻ സാധിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മാത്രം 80,000-ഓളം പുതിയ വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി കാത്തിരിക്കുന്നത്. പുതിയ വോട്ടുകൾ മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കും എന്നതുകൊണ്ട് തന്നെ ഈ യുവ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള പുത്തൻ വഴികൾ തേടുകയാണ് സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ നിന്നും VS അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് പുതുമുഖ വോട്ടർമാർ. ഈ കന്നി വോട്ടർമാരുടെ എണ്ണം കൃത്യമായി തന്നെ എല്ലാ മണ്ഡലത്തിലും കൂടുതലാണ്. തൃശ്ശൂർ ജില്ലയിലും ഏകദേശം 80,000-ഓളം കന്നി വോട്ടർമാരുണ്ട്. ഈ മണ്ഡലത്തിൽ മാത്രം അത്രയും വോട്ട് എന്നത് തീർച്ചയായും ജയപരാജയങ്ങളെ പൂർണ്ണമായി നിശ്ചയിക്കാൻ കഴിയുന്ന ഒന്നായി തന്നെ കാണേണ്ടി വരും. അതിനാൽ തന്നെ പുതുമുഖ വോട്ടർമാരെ കണ്ടെത്താനും അവരുടെ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കാനും കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നുമുണ്ട്. എല്ലാ കോളേജുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികളും 2 സ്ഥാനാർത്ഥികളും പ്രചരണാർത്ഥം പോകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്ന സോഷ്യൽ മീഡിയയിലടക്കം കൃത്യമായ പ്രചരണ പരിപാടികളാണ് ഈ 2 സ്ഥാനാർത്ഥികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥികളുടെ ഒരുപാട് കടന്ന് ഫേസ്ബുക്ക് ലൈവ്, എല്ലാ ദിവസവും ഫേസ്ബുക്ക് ലൈവ് നൽകുന്ന ഒരു പരിപാടിയിലേക്ക് അടക്കം പോയിട്ടുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പ്രചരണ മാർഗങ്ങളിലൂടെയും യുവാക്കളെ കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രചരണങ്ങളുമാണ് സ്ഥാനാർത്ഥികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ യുവാക്കളാകട്ടെ വികസനങ്ങൾക്കും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിനും എതിരായ ഒരു നടപടി അവർക്കുണ്ട്. അതുപോലെ തന്നെ വർഗീയതയും അവർക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാം 3 കൊലപാതകങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടന്ന സ്ഥലമാണ് തൃശ്ശൂർ. അതിനാൽ തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വലിയൊരു അമർഷം ഈ ജില്ലയിലെ യുവാക്കൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ വർഗീയതയും വലിയൊരു സംസാര വിഷയം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ. യുവാക്കൾക്ക് പറയാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ
വർഗീയതയ്ക്കെതിരായും അതുപോലെ തന്നെ അഴിമതിക്കെതിരായുമുള്ള വോട്ടവകാശ വിനിയോഗമാകും ഇത്തവണത്തെ എന്നാണ് യുവാക്കൾ നമ്മളോട് പറയുന്നത്. ഇപ്രാവശ്യത്തെ എൻ്റെ ഫസ്റ്റ് വോട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു തൃശ്ശൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ വികസനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുതിയ തലമുറകളാണ്, പുതിയ യുവാക്കളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഓൾറെഡി ഞങ്ങളെ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോഴും എല്ലാം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു എന്താ പറയുക വികസനം ഇനിയും തുടരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. എല്ലാ തരത്തിലും യുവാക്കളെ പൂർണ്ണമായി ആകർഷിക്കുന്ന, പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രചരണ രീതികളാണ് ഇത്തവണ രണ്ട് സ്ഥാനാർത്ഥികളും നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേവലമായ ചുവരെഴുത്തുകൾക്കും പോസ്റ്ററുകൾക്കും അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്കും ഓരോ യുവാക്കളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രചരണ മാർഗങ്ങളാണ് ഇരു സ്ഥാനാർത്ഥികളും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിലൊഴികെ മറ്റെല്ലാ മണ്ഡലത്തിലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായതോടുകൂടി വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ഏറെ സജീവമായിരിക്കുകയാണ്. ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി വിജയിക്കുമെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KP സതീഷ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം വോട്ട് എണ്ണിക്കഴിഞ്ഞതിനു ശേഷം ഭൂരിപക്ഷം തീരുമാനിക്കാമെന്നാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ആരാണ് വിജയിക്കുക? ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് സ്ഥാനാർത്ഥികളെ അണിനിരത്തി സംവാദം നടത്തിയത് കാസർഗോഡ് പ്രസ് ക്ലബ്ബാണ്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്റെ വിജയം പ്രഖ്യാപിച്ചു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും പ്രതികരണമാണ് തനിക്കതിനുള്ള ആത്മവിശ്വാസം നൽകുന്നതെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന് പുറത്തുള്ള വോട്ടുകൾ LDF സ്ഥാനാർത്ഥികൾ കിട്ടുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. വൻ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ കാസർഗോഡ് വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ താൻ വിജയിക്കുമെന്ന് അവകാശപ്പെട്ട UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് വോട്ടെണ്ണി കഴിയുമ്പോൾ എത്രയാണ് തന്റെ ഭൂരിപക്ഷം എന്ന് അറിയാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്ര വോട്ടിന് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. എണ്ണിക്കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ മതി എത്ര വോട്ടിന് ജയിക്കുമെന്ന്. കാരണം ഇത്തവണയുള്ള അടിയൊഴുക്ക് ശക്തമാണ്. NDA സ്ഥാനാർത്ഥി മറ്റൊരു വാദമുഖമാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം പ്രധാനമായി നടക്കുന്നത് NDAയും LDFും തമ്മിലാണ്. UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് ട്രയാങ്കുലർ ഫൈറ്റ് എന്ന് പ്രതിപാദിക്കുന്നില്ല. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം അറിയാത്ത കാൻഡിഡേറ്റ് UDFിലുള്ളത്. അപ്പൊ അതിനെക്കൊണ്ട് ഇന്ന് നേരെ ഫൈറ്റുള്ളത് LDFും NDA ആയിട്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ 3ാം വട്ട പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. അത്യന്തം ആവേശപൂർവ്വമാണ് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ഇന്ന് കാസർഗോഡ് ആരംഭിച്ചു. നായന്മാർ മൂലയിൽ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. LDFന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് 2 ആഴ്ച മുമ്പ് തന്നെ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് മണ്ഡലത്തിലും 3 മുന്നണികളും പ്രചാരണത്തിൽ സജീവമാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് ബൂത്ത് തല പര്യടനവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇടതുമുന്നണിയുടെ 3ാം ഘട്ട പര്യടനമാണിത്. അതേസമയം UDF, NDA സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലും വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും. ആദ്യഘട്ടം മുതൽ പ്രചാരണ രംഗത്തുള്ള മേൽക്കൈ നിലനിർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം 3ാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് MP രാജേഷ്. 3ാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ ബൂത്ത് തല പര്യടനവും ബൂത്ത് തലങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് സ്വീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് ബൂത്ത് തല പര്യടനം ആരംഭിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വളരെ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് ആളുകളാണ് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനെത്തിയത്. മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലുള്ള സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കർഷകരും കർഷക തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് ചെറുകിട വ്യവസായ തൊഴിലാളികളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഓരോ മേഖലയിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ
യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ വിവിധ മേഖലകളിൽ ഇന്ന് പര്യടനം നടത്തി. പാലക്കാട് പട്ടാമ്പി മണ്ഡലം കൺവെൻഷനിലാണ് ശ്രീകണ്ഠൻ ഇന്ന് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ വിവിധ കോളേജുകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇന്ന് പ്രധാനമായും പങ്കെടുത്തത്. കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലാണ് C. കൃഷ്ണകുമാർ ഇന്ന് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഏതായാലും വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി പ്രചാരണത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഈ അടുത്ത ഘട്ടത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പാലക്കാട് മണ്ഡലത്തിൽ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി P. ജയരാജൻ ഇന്ന് വടകര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കടത്തനാടിന്റെ മണ്ണ് ആവേശോജ്വലമായ സ്വീകരണമാണ് P. ജയരാജന് വഴിനീളെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മേഘാമാധവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് കടത്തനാടിന്റെ മണ്ണിലായിരുന്നു പര്യടനം നടത്തിയത്. അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. എല്ലാ കേന്ദ്രങ്ങളിലും വമ്പിച്ച സ്വീകരണമായിരുന്നു P. ജയരാജന് ലഭിച്ചത്. നിരവധി പേരാണ് അഭിവാദ്യം അർപ്പിക്കാനായി എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തിയത്. 8 മണിയോടുകൂടി മാഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയ P. ജയരാജന് പ്രവർത്തകർ വലിയ തരത്തിലുള്ള സ്വീകരണം നൽകി. അതിനുശേഷം തന്നെ നായനാർ സ്മാരക മന്ദിരത്തിലും ഒപ്പം തന്നെ ഒഞ്ചിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു P. ജയരാജൻ പര്യടനം നടത്തിയത്. പ്രായഭേദമന്യേ നിരവധി പേരാണ് P. ജയരാജന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എല്ലാ കേന്ദ്രങ്ങളിലും എത്തിക്കൊണ്ടിരുന്നത്. രാത്രി ഏറെ വൈകിയും പ്രചരണം നീണ്ടുനിന്നു. 9 മണിയോടുകൂടിയാണ് മാമ്പള്ളിയിലാണ് ഇന്നത്തെ പ്രചരണം അവസാനിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വാഹന പര്യടനമാണ് P. ജയരാജൻ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനും എത്തിയിരുന്നു. ഇന്നത്തെ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമായിരുന്നു. രാഹുൽ എവിടെ വന്ന് മത്സരിച്ചാലും ഇടതുപക്ഷം അതിനെ ശക്തമായി തന്നെ നേരിടും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കോഴിക്കോട് പ്രതികരിച്ചത്. കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും രാഹുൽ ഗാന്ധിയെ ഇടതുപക്ഷം എതിർക്കും. തോൽപ്പിക്കാൻ കിട്ടുന്ന അവസരം ഇടതുപക്ഷം ഉപയോഗിക്കും. കേരളത്തിൽ എവിടെ വന്ന് മത്സരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധി തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിയേരി തന്റെ വാക്ക് അവസാനിപ്പിച്ചത്. ഏതായാലും ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലും ഒപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും വേദിയാകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെയും ശക്തമായി പല കേന്ദ്രങ്ങളിലും പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. ഇതേ സമയം നന്ദി, നമസ്കാരം.